നമസ്കാരം. ഗവർണറും സർക്കാരുമായുള്ള പരസ്യ ഏറ്റുമുട്ടലിന് ഉടനൊന്നും അറുതി ഉണ്ടാകാൻ പോകുന്നില്ല. സെപ്റ്റംബറിൽ അവസാനിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കാലാവധി നീട്ടി നൽകാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം സംസ്ഥാന സർക്കാരിൻ്റെ ഉറക്കം കെടുത്തുമെന്ന് വേണം കരുതാൻ. ഇന്ത്യയുടെ ചരിത്രത്തിൽ മറ്റ് ഗവർണർമാരൊന്നും കാട്ടാത്തത്ര ചങ്കുറപ്പോടെയും കൗശലബുദ്ധിയോടെയും പെരുമാറി വിവാദ വിഷയങ്ങളിൽ സർക്കാരുമായും മുഖ്യമന്ത്രിയുമായും നേരിട്ടേറ്റുമുട്ടി നിരന്തരം തലവേദനയും പ്രതിസന്ധിയും സൃഷ്ടിച്ചുവെന്നതാണ് ആരിഫ് മുഹമ്മദ് ഖാനെ വിവാദ നായകനാക്കിയത്. ഇടത് സർക്കാരിൻ്റെ പല വിവാദ നടപടികൾക്കും മുഖ്യമന്ത്രിക്കെതിരെയും പരസ്യമായി പോരടിക്കുന്ന അദ്ദേഹം പലപ്പോഴും പ്രതിപക്ഷത്തെ പോലും പിന്നിലാക്കി. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ നിയമസഭയിൽ പാസാക്കുന്ന സുപ്രധാനമായ പല ബില്ലുകൾക്കും അനുമതി നൽകാതെ പിടിച്ചുവെക്കുന്ന അദ്ദേഹത്തിൻ്റെ നടപടികൾ വിമർശനത്തിനൊപ്പം കയ്യടിയും നേടി. ഗവർണറുടെ നടപടി ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ വിവാദ ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ചു കൊടുത്താണ് സർക്കാരിന് തിരിച്ചടി നൽകിയത്. പിണറായി സർക്കാരിൻ്റെ വിവാദപരവും ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാവുന്നതുമായ പല നീക്കങ്ങൾക്കും തടയിട്ട് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയ സന്ദർഭങ്ങളിൽ പ്രതിപക്ഷം പോലും അദ്ദേഹത്തെ അഭിനന്ദിച്ച് രംഗത്തെത്തി. പല വിവാദ വിഷയങ്ങളിലും ശക്തമായി ഇടപെട്ട് കേരളത്തിലെ യഥാർത്ഥ പ്രതിപക്ഷം ഗവർണറാണെന്ന പ്രതീതി സൃഷ്ടിക്കാനായ അദ്ദേഹത്തിന് പൊതുസമൂഹത്തിൽ നിന്നും കാര്യമായ പിന്തുണയും അംഗീകാരവുമാണ് ലഭിക്കുന്നത്. ഗവർണർ സ്വീകരിക്കുന്ന പല നിലപാടുകളും കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിൻ്റെ നയങ്ങളുമായി ഒത്തുപോകുന്നതാകയാൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ഇക്കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJPക്ക് കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാനായെന്നാണ് BJP കേന്ദ്ര നേതൃത്വം വിലയിരുത്തിയത്. ഇതാണിപ്പോൾ ഗവർണർ സ്ഥാനത്ത് അദ്ദേഹത്തിന് തുടരാൻ വഴി തുറന്നിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിൻ്റെ രാഷ്ട്രീയ ചായ്വോടെയുള്ള പല നടപടികളെയും ആരിഫ് ഖാൻ തുറന്നെതിർക്കുകയും തടയിടുകയും ചെയ്തു. ജനവിരുദ്ധമായ പല സർക്കാർ നടപടികളും മുഖ്യമന്ത്രിയുമായി ഉണ്ടായ തുറന്ന പോര് സംസ്ഥാനത്ത് വോട്ടർമാരെ സ്വാധീനിച്ചുവെന്നും അത് BJPയുടെ മുന്നേറ്റത്തിന് സഹായകമായെന്നും വിലയിരുത്തലുണ്ട്. ഗവർണർ നിയമനം 5 വർഷത്തേക്കാണെങ്കിലും കാലാവധി നീട്ടി നൽകാൻ രാഷ്ട്രപതിക്കാകും. നിയമസഭ പാസാക്കിയ സുപ്രധാന ബില്ലുകൾ ഒപ്പിടാതെ പിടിച്ചുവെക്കുന്നത് സർക്കാരിന് സൃഷ്ടിച്ച തലവേദന ചില്ലറയല്ല. ലോകായുക്ത ഭേദഗതി, ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ നീക്കുന്ന ബിൽ, വൈസ് ചാൻസലർ നിയമനത്തിൽ ഗവർണറുടെ അധികാരം വെട്ടിച്ചുരുക്കുന്ന ബില്ല് തുടങ്ങിയവ മാസങ്ങളോളം രാജ്ഭവനിൽ പൊടിയടിച്ചു കിടന്നു. തീരുമാനമെടുക്കാതെ പിടിച്ചുവെക്കുന്ന തന്ത്രമാണ് ഗവർണർ സ്വീകരിച്ചത്. ഒടുവിൽ ലോകായുക്ത ഭേദഗതിക്ക് രാഷ്ട്രപതി അംഗീകാരം നൽകിയെങ്കിലും ലോകായുക്ത എന്ന സംവിധാനത്തിൻ്റെ പല്ലും നഖവും പറിച്ചു കളഞ്ഞ പ്രതീതിയാണ് ഉണ്ടായത്. സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരുടെ നിയമനം സംബന്ധിച്ചാണ് ഗവർണർ സർക്കാരിന് ഏറ്റവും അധികം തലവേദനയായത്. നിയമനാധികാരി ചാൻസലർ ആയതിനാൽ ഇഷ്ടക്കാരെ നിയമിക്കാനുള്ള സർക്കാരിൻ്റെ നീക്കമാണ് ഗവർണറുടെ ശക്തമായ ഇടപെടലിൽ പൊളിഞ്ഞത്. ഗവർണർക്കെതിരെ ഇടത് വിദ്യാർത്ഥി സംഘടനയായ SFI നടത്തിയ രൂക്ഷമായ സമരവും അതിനെ തെരുവിലിറങ്ങി നേരിടുകയും ചെയ്തതാണ് ഗവർണർക്ക് പൊതുസമൂഹത്തിൽ കൂടുതൽ അംഗീകാരമുണ്ടാക്കിയത്. വിദ്യാർത്ഥി പ്രശ്നങ്ങളിൽ ഒന്നും കാര്യമായി ഇടപെടാത്ത SFI ഗവർണർക്കെതിരെ പോർമുഖം തുറന്നത് സർക്കാരിൻ്റെയും CPMൻ്റെയും ആശീർവാദത്തോടെ ആയിരുന്നുവെന്ന് ഗവർണർ തുറന്നടിച്ചു. യാത്രയ്ക്കിടെ തൻ്റെ കാറിന് മുന്നിൽ ചാടി വീണ് ആക്രമണത്തിന് മുതിർന്ന SFI പ്രവർത്തകർക്കെതിരെ കാറിൽ നിന്നിറങ്ങി തെരുവിൽ പ്രതിഷേധിച്ച ഗവർണർ രാജ്യത്തിന് പുത്തൻ കാഴ്ചയാണ് സമ്മാനിച്ചത്. SFIയെ ക്രിമിനൽ സംഘമെന്നും പോപ്പുലർ ഫ്രണ്ടിൻ്റെ B ടീമെന്നും വിശേഷിപ്പിക്കാനും അദ്ദേഹം മടികാട്ടിയില്ല. SFI അക്രമം നിയന്ത്രിക്കാനോ അതിനെതിരെ ഒന്നുരിയാടാനോ പോലും മുതിരാതിരുന്നതാണ് മുഖ്യമന്ത്രിയോടുള്ള അദ്ദേഹത്തിൻ്റെ തുറന്ന പോരിന് പ്രധാന കാരണം. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥി SFI ക്രൂരതയിൽ കൊല്ലപ്പെട്ടത് തുറന്നു കാട്ടാനും അക്രമികൾക്കെതിരെ നടപടി ഘടിപ്പിക്കാനും ഗവർണറാണ് മുന്നിൽ നിന്നത്. ഗവർണർ സർക്കാർ ഏറ്റുമുട്ടൽ ഐക്യ കേരള ചരിത്രത്തിൽ പുതിയതല്ലെങ്കിലും അതൊന്നും ഇപ്പോഴത്തെ പോലെ പൊട്ടിത്തെറിയിൽ എത്തിയിട്ടില്ല. ആദ്യ EMS സർക്കാരിനെ 1959 പിരിച്ചുവിട്ടത് മുതൽ തുടങ്ങുന്നതാണ് ഗവർണർ സർക്കാർ സംഘർഷം. സർക്കാരിനെതിരായ പ്രതിപക്ഷ പ്രതിഷേധം
വിമോചന സമരമായി രൂപം മാറിയപ്പോൾ കേന്ദ്രം അന്നത്തെ ഗവർണറായിരുന്ന ബി രാമകൃഷ്ണ റാവുവിനോട് റിപ്പോർട്ട് തേടിയതാണ്. ജവഹർലാൽ നെഹ്റു ആയിരുന്നു പ്രധാനമന്ത്രി. ഭരണനിർവഹണം താറുമാറായെന്നും ക്രമസമാധാനം തകർന്നെന്നുമുള്ള റിപ്പോർട്ടിനെ തുടർന്നായിരുന്നു പിരിച്ചുവിടൽ.